പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉയർപ്പ് ഞായറാഴ്ചയാണ്. 24ാമത്തെ എപ്പിസോഡ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളാണ് നാം വായിച്ചു കേൾക്കുക. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെ അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടി കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി. ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ചു, കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. എല്ലാ പെരുന്നാളിൽ വലിയ പെരുന്നാൾ ഇതുതാൻ എന്ന് നമ്മൾ പാടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പെരുന്നാളിൽ വലിയ പെരുന്നാൾ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പെരുന്നാളാണ്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ കായൽ തീരത്ത് അനധികൃതമായി പണിയപ്പെട്ടിരുന്ന ബഹുനില കെട്ടിടങ്ങൾ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. സ്ട്രാറ്റജിക് പോയിൻറ്റ്സിൽ ഡൈനാമിറ്റ് വെച്ച് ഒരു സീക്വൻസ് അനുസരിച്ച് ഏതാനും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അവർ അതിന് തിരികൊളുത്തുമ്പോൾ നടക്കുന്ന പ്രവൃത്തിക്കാണ് ഇംപ്ലോഷൻ എന്ന് പറയുക. എക്സ്പ്ലോഷൻ അല്ല, ഇംപ്ലോഷൻ. 14 നില കെട്ടിടം അത് നിന്നിടത്ത് തന്നെ താഴോട്ട് വന്ന് ഇരിക്കുകയാണ്, ചെതറിപ്പോവുകയല്ല. ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിന് ഇംപ്ലോഡ് ചെയ്യണമെങ്കിൽ, നശിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ സ്ട്രാറ്റജിക് പോയിന്റിൽ ഒരു എക്സ്പ്ലോഷൻ നടത്തിയാൽ മതി. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നിൽക്കുന്നതും വീഴുന്നതും ഈ ഒരു പോയിന്റിലാണ്. യേശു യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാം വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വാസ്തവത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ നമുക്ക് വിശ്വാസം തോന്നുന്ന പല കാര്യങ്ങളും ഇല്ല എന്നുള്ള വാസ്തവമാണ് ഈ വേദഭാഗത്ത്. കാരണം വെളുപ്പം കാലത്ത് മറിയം മഗ്ദലനയുടെ നേതൃത്വത്തിൽ 2-3 സ്ത്രീകൾ വന്ന് നോക്കിയപ്പോൾ ഖബർ തുറന്നിരിക്കുന്നത് കണ്ടു.
അവർക്ക് കൂടുതലൊന്നും മനസ്സിലായില്ല. അവർ ഉടനടി ഓടി പത്രോസിൻ്റെയും യോഹന്നാൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇതാ ഖബറ് തുറന്നു കിടക്കുന്നു, യേശുവിൻ്റെ ശരീരം കാണാനില്ല. They have taken him away. 2 പ്രാവശ്യം മഗ്ദലന പറയുന്നുണ്ട്, they have removed. They have എന്നുള്ളത് someone has removed എന്നുള്ള അർത്ഥത്തിലാണ്. ആരോ അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അതിനാൽ ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറ, എംപ്റ്റി ടൂം, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ തെളിവാണോ എന്ന് ചോദിച്ചാൽ അല്ല. മറ്റു പല കാര്യങ്ങളും അവിടെ നടന്നു കാണും. നമുക്ക് തെളിവിലേക്ക് വരാം. ആരാണ് യേശുവിനെ ആദ്യം കണ്ടത്? നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ മറിയം മഗ്ദലനയ്ക്കല്ല യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്, പിന്നെയോ തൻ്റെ അമ്മയായ മറിയത്തിനാണ്. സുവിശേഷങ്ങളിൽ അതിൻ്റെ തെളിവില്ല. എങ്കിലും അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അതൊരു ഉറച്ച വിശ്വാസമാണ്. അത് പൗരസ്ത്യ സഭകളിൽ, പല ഗ്രീക്ക് സഭകളിലും പാശ്ചാത്യ സഭയിൽ കുറച്ച് വിശുദ്ധന്മാരും പണ്ഡിതന്മാരും ഒക്കെ ആ അഭിപ്രായം ഉള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. മറിയം മഗ്ദലനയല്ല, തൻ്റെ അമ്മയായ മറിയമാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു എന്നുള്ളത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം അത് വളരെ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇവിടെ ഗ്രീക്ക് ഭാഷയുടെ കുറച്ച് സഹായം നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം പോയി നോക്കുന്നത് മഗ്ദലന മറിയമാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലെ ബ്ലെപ്പോ എന്നുള്ള വാക്കാണ്. യോഹന്നാനും ആദ്യം ഓടി വന്നു. അവൻ ഖബറിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചില്ല, പുറത്തു നിന്ന് ഉള്ളിലേക്ക് നോക്കി. ഹീ സോ സംതിങ്. അതിനും ബ്ലെപ്പോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പത്രോസ് രണ്ടാമനായി ഓടിയെത്തിയപ്പോൾ അവൻ പുറത്തു നിന്നല്ല നോക്കിയത്, അവൻ ഉള്ളിൽ കയറി അവിടുത്തെ സംഗതികൾ വിശദമായിട്ട് പഠിച്ചു. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് തെയോറയോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. അതിൽ നിന്നാണ് മോഡേൺ ഇംഗ്ലീഷിൽ തിയറി, തിയേറ്റർ മുതലായ വാക്കുകളെല്ലാം ഈ ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നതാണ്, തെയോറയോ. ഇനിയും യോഹന്നാൻ രണ്ടാമത് ഉള്ളിൽ പ്രവേശിച്ചു. അവൻ കണ്ടതിന് അവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എയ്ഡോ എന്നുള്ള വാക്കാണ്. ബ്ലെപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ അതിലെ ഒരു കറുത്ത കാറ് പോകുന്നത് കണ്ടു, അത് എല്ലാവരും കണ്ടതാണ്. പക്ഷേ പുറത്ത് ഒരു വെടിപൊട്ടുന്ന സ്വരം കേട്ടു. എന്താണ് അതിൻ്റെ ഉത്ഭവം എന്നറിയാനായിട്ട് ഞാൻ സൂക്ഷിച്ച് നിരീക്ഷിച്ച് പഠിച്ചു. അതൊരു കാര്യം. ഇവിടെ ഏതോ എന്നുള്ള വാക്ക് യോഹന്നാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, അത് ഇൻസൈറ്റാണ്. അതാണ് അവനെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അവൻ കണ്ടു, മനസ്സിലാക്കി, വിശ്വസിച്ചു. ഇത് ഭാഷാപരമായ ഒരു വ്യാഖ്യാനം. എന്താണ് യേശു ഉയർത്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ? ഒന്നാമത്തെ തെളിവ് നമ്മൾ പറഞ്ഞതുപോലെ ദ സ്റ്റോൺ വാസ് റോൾഡ് അവേ. ഇനി ആ സ്റ്റോൺ എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കാം. ഒരു പഴയ കാളവണ്ടി കണ്ടിട്ടുള്ളവർക്ക് ഒരുമാതിരി കാളവണ്ടി ചക്രത്തിൻ്റെ വലിപ്പം മനസ്സിലാകും. ആ ചക്രത്തിന് ഒരു 1.5 അടി ഘനമുണ്ടായിരുന്നു. ഉദ്ദേശം
2 ടൺ മുതൽ 3 ടൺ വരെ ഭാരമുണ്ടായിരുന്നു. ഇത് ഉരുട്ടി വെച്ചിരുന്ന സ്ഥലം ഒരു കുഴിയാണ്. സാധാരണ നിരപ്പ്, അത് കഴിഞ്ഞ് ഒരു വെട്ടാണ്, നടുക്ക് ഒരു വെട്ട്. ആ വെട്ടിലേക്കാണ് ഇത് വന്ന് വീഴുന്നത്. പിന്നീട് അവർ എന്തെങ്കിലും ചെളിയോ ഒക്കെ വെച്ച് വശം അടച്ചിരുന്നു. കർത്താവിനെ സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ വന്ന സ്ത്രീകൾ 3 പേര് കൂടി ഈ 3 ടണ്ണുള്ള കല്ല് വെട്ടിൽ കിടന്ന സ്ഥലത്തു നിന്ന് ഉരുട്ടി മാറ്റിയിട്ട് വേണം അവർക്ക് യേശുവിനെ അന്തിമമായ കർമ്മങ്ങൾ ചെയ്ത് അടക്കാൻ. പെൺബുദ്ധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ടെങ്കിലും നമ്മൾ സാധാരണ ചൊല്ലുന്ന കുരിശിൻ്റെ വഴിയിൽ ധ്യാനത്തിൽ പറയാറുണ്ട്, സ്നേഹം പ്രതിബന്ധമറിയുന്നില്ല. അതുകൊണ്ട് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യേശുവിനോടുള്ള സ്നേഹം അത്ര വലുതായതുകൊണ്ട് ഈ 3 ടൺ ഭാരമുള്ള കല്ല് ഉരുട്ടി എങ്ങനെ മാറ്റും എന്നുള്ളത് അവർ ചിന്തിച്ചില്ല. അത് ഒരു കാര്യമാണ്. പക്ഷേ ആരാണ് ഉരുട്ടി മാറ്റിയത്? മത്തായി 28:1-4 വരെ വാക്യങ്ങളിൽ ഒരു മാലാഖ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിട്ടാണ് അത് ഉരുട്ടി മാറ്റിയതായിട്ട് നമ്മൾ വായിക്കുക. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പരന്നപ്പോൾ ജനപ്രമാണികൾ വന്ന് പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിയിരുന്നപ്പോൾ സ്ലീഹന്മാർ വന്ന് അവൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയി എന്ന് നിങ്ങൾ പറയണം. പക്ഷേ റോമൻ പട്ടാളക്കാർ സമ്മതിച്ചില്ല. കാരണം അവരുടെ തല പോകുന്ന പ്രവൃത്തിയാണ്. ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുകയും അവിടെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് നടക്കുകയും ചെയ്താൽ പട്ടാളക്കാരുടെ ശിരച്ഛേദം നടത്തുക അന്നത്തെ കാലത്തെ പതിവായി. അതുകൊണ്ട് അവർ അതിന് മുതിർന്നില്ല. ഇനിയും യേശു ഉത്ഥാനം ചെയ്ത് 50 ദിവസം കഴിഞ്ഞപ്പോൾ പെന്തിക്കോസ്തിക്ക് ശേഷം ശിഷ്യന്മാർ ഇറങ്ങി പ്രസംഗിച്ചത് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സദ്വാർത്തയാണ്. കർത്താവിൻ്റെ ശരീരം എവിടെയെങ്കിലും ഒളിച്ചു വെക്കുകയോ അല്ലെങ്കിൽ സ്ഥലത്തുനിന്ന് മാറ്റുകയോ ചെയ്തിരുന്നെങ്കിൽ ജനപ്രമാണികൾക്ക് അവൻ ഉയർത്തിട്ടില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട് ശരീരം എന്ന് പറയാമായിരുന്നു. രണ്ടാമത്തെ എവിഡൻസ്, പത്രോസും യോഹന്നാനും അകത്ത് കടന്ന് പരിശോധിച്ചപ്പോൾ എന്താണ് കണ്ടത്? കർത്താവിനെ ചുറ്റിയിരുന്ന ശീലകൾ. അതിനെക്കുറിച്ചും പഠനം ആവശ്യമാണ്. നമ്മളെ ശവശരീരത്തിൽ നമ്മൾ വെറുതെ വെള്ളത്തുണിയൊക്കെ കൊണ്ട് വിരിക്കാറുണ്ട്. അങ്ങനെയല്ല യഹൂദരടക്കിയത്. വെള്ളശീലകൾ 2-3 ഇഞ്ച് വലിപ്പത്തിൽ കഷണങ്ങളായിട്ട് കീറിയെടുത്ത് അതിനു മുമ്പ് കുന്തുരുക്കം, മീറ, എണ്ണ എന്നിവ ഒരുമിച്ച് തിളപ്പിച്ചുരുക്കിയെടുത്തിട്ട് ഈ ശീല ഈ ദ്രാവകത്തിൽ, പശയുള്ള ഈ ദ്രാവകത്തിൽ മുക്കി കയ്യിലും കാലിലും പല പ്രാവശ്യം നമ്മൾ കയ്യോ കാലോ ഒടിയുമ്പോൾ പ്ലാസ്റ്റർ ഇടുന്ന പോലെ പല പ്രാവശ്യം ആവർത്തിച്ച് ചുറ്റുമായിരുന്നു. ശിഷ്യന്മാർ കണ്ടതെന്താണ്? നമ്മൾ സങ്കല്പിക്കുക, ഒരാളുടെ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടു എന്ന് വിചാരിക്കുക. ഈ പ്ലാസ്റ്റർ ഒരു വാള് വെച്ച് വെട്ടാതെ അതിനകത്തുള്ള മനുഷ്യന് പുറത്ത് കിടക്കാൻ പറ്റില്ല. ശിഷ്യന്മാർ കണ്ടത് ഒരു ചിത്രശലഭം കൊക്കൂണിനകത്ത് വളരുന്നു. വളർച്ച പൂർത്തിയാകുമ്പോൾ ചെറിയ ദ്വാരം ഉണ്ടാക്കി അത് രക്ഷപ്പെടുന്നു.
കൊക്കൂൺ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇവിടെ കർത്താവിനെ ചുറ്റിയിരുന്ന ശീലകൾ ആ ബോഡി ഷേപ്പിൽ തന്നെ എംപ്റ്റി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. കർത്താവിൻ്റെ മുഖം മൂടിയിരുന്ന ആ ശീല മാത്രം എടുത്ത് അത് മടക്കി ഒരു വശത്ത് വെച്ചിരുന്നു. കർത്താവിനെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒന്നാമത് തന്നെ ഇതെല്ലാം തിരിച്ച് ചുറ്റിയെടുക്കാൻ, ഈ പശയൊക്കെ നല്ല പ്ലാസ്റ്റർ പോലെ പിടിച്ചിരുന്ന ഈ ശിലകൾ പറിച്ച് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരുന്നു. ഒരിക്കലും കക്കാൻ വരുന്നവൻ ഇതുപോലെ സമയമെടുത്തൊന്നും അത് ചെയ്യാറില്ല, ആളെ മൊത്തം എടുത്തുകൊണ്ട് പോവുകയുള്ളൂ. അതിനാൽ യേശുവിൻ്റെ ചുറ്റിയിരുന്ന ശീലകൾ അപ്രകാരം അവിടെ ഇരുന്നപ്പോൾ ഒരു കാര്യം പത്രോസിനും യോഹന്നാനും മനസ്സിലായി, ഇത് സാധാരണ രീതിയിലുള്ള ഒരു സംഭവമല്ല. 2, ഈ ക്ലോത്ത്സ്, അതിൻ്റെ പശ്ചാത്തലം, ഈ യഹൂദ സംസ്കാരം, മനുഷ്യനെ സംസ്കരിച്ചിരുന്നതിൻ്റെ രീതികൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 44 കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചപ്പോൾ ലാസറിന് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ അവൻ്റെ കൈയും കാലും എല്ലാം ഒരുമിച്ച് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. എന്താണ് യേശു പറയുക? അവനെ അഴിച്ചുവിടുക, അവൻ പോകട്ടെ. അതിനാൽ ഈ ചുറ്റപ്പെട്ട മനുഷ്യന് പരസഹായം കൂടാതെ അവന് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. കാരണം കൈയും കാലും അതുപോലെ ചേർത്ത് വെച്ച് ഈ പശയുള്ള തുണി കൊണ്ട് പല പ്രാവശ്യം ചുറ്റിയത് കാരണം ആരെങ്കിലും പുറത്തുനിന്ന് അഴിച്ചുവിടാതെ അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അവനെ അഴിച്ചുവിടുക, അവൻ പോകട്ടെ എന്ന്. കർത്താവ് പ്രത്യക്ഷമാകുന്നതും അപ്രത്യക്ഷമാകുന്നതും ഈസ് ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്. ഒരു ഞൊടിയിടയിൽ യേശു പ്രത്യക്ഷനാകുന്നു, അതുപോലെ തന്നെ അപ്രത്യക്ഷനാകുന്നു. ഇത് പുനരുത്ഥാനത്തിൻ്റെ ഒരു എവിഡൻസാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം വി ആർ ബൗണ്ട് ബൈ ടൈം ആൻഡ് സ്പേസ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പോ ഭാരമോ ഒന്നും പ്രശ്നമല്ല. ഈ പുനരുത്ഥാനത്തിൻ്റെ ശേഷം ഒരാൾക്ക് ഏത് സമയത്തും എവിടെയും ആയിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുനരുത്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത. 3-ാമത്തെ എവിഡൻസ്, യേശു ജീവനോടെ മാത്രമല്ല തൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകളോടുകൂടി ജീവിച്ചിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരാൾക്കല്ല, അനേകം പേർക്ക്. യേശു എന്തുകൊണ്ടാണ് തൻ്റെ പുനരുത്ഥാനം ചെയ്ത ശരീരത്തിലും മുറിപ്പാടുകൾ സൂക്ഷിച്ചത്? യേശു കുരിശിൽ തൂക്കപ്പെട്ടത് ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടതാണ്. ആ കുരിശിൽ തൂക്കപ്പെട്ട യേശുവും പുനരുത്ഥാനം ചെയ്ത യേശുവും ഒരേ ആളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ആവശ്യമാണ്. കണ്ടിന്യൂറ്റി ടു ദ ഹിസ്റ്റോറിക്കൽ ജീസസ്. അതിനാൽ ഈ മുറിപ്പാടുകൾ കാണിച്ചുകൊണ്ടാണ് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. തന്നിൽ വിശ്വസിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത് മുറിപ്പാടുകൾ കാണിച്ചാണ്. നമ്മളെ ഓർക്കുക, മറിയം മഗ്ദലനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയം സ്നേഹപൂർവ്വം യേശു മുമ്പ് വിളിച്ചിരുന്ന അതേ മാധുര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിളിച്ചപ്പോൾ അവൾക്ക് ആളെ മനസ്സിലായില്ലെങ്കിലും അവൾ ഉടനെ വിളിച്ചു പറഞ്ഞു, റാബോനി, എൻ്റെ ഗുരു എന്നവൾ വിളിച്ചു പറഞ്ഞു. യേശു വീണ്ടും ശിഷ്യന്മാർക്ക് ഒരുമിച്ചിരുന്നപ്പോൾ കഥകൾ അടച്ചിരിക്കെ പ്രത്യക്ഷപ്പെട്ടു.
ആ ദിവസം തന്നെ വൈകുന്നേരം എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടുകൂടി അവരോടൊപ്പം സഹയാത്രികനായി യേശു കൂടി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അതിനുശേഷം യേശു എങ്ങോട്ട് പോയെന്ന് അവർക്കറിയില്ല. യേശു അപ്രത്യക്ഷനായി. ഇനിയും വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. 2ാം പ്രാവശ്യം വന്നപ്പോൾ തോമസ് അവിടെയുണ്ട്. തോമസിനെ പ്രത്യേകമായി യേശു മുമ്പോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ കൈകൾ കാണുക, എൻ്റെ വിലാപ്പുറം ദർശിക്കുക, നിൻ്റെ കൈവിരൽ ഇവിടെ കൊണ്ടുവന്ന് എന്നെ തൊട്ടു നോക്കുക, എൻ്റെ ചങ്കിൽ തൊട്, എന്നിട്ട് നീ ഞാൻ ആരാണെന്ന് പറയുക. അവൻ ഉടനടി പ്രതിവചിച്ചു. നമുക്ക് പറയാം, വെടിമരുന്നിന് തീ പിടിക്കുന്ന പോലെ എന്ന് സാധാരണ പറയാറുണ്ട്. ഒന്നും ആലോചിച്ചിട്ടല്ല, പെട്ടെന്ന് ഒരു സ്ഫോടനം നടന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നവൻ വിളിച്ചു. ഇതുവരെ സംശയാലുവായ തോമസിൽ നിന്നാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. വീണ്ടും യേശു ഗലീല കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന 7 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് അവരെ തൻ്റെ മിഷൻ വേലയ്ക്കായിട്ട് തയ്യാറാക്കും. 1 കൊരിന്ത്യർ 15:6-8 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നത് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ചിന്തിക്കുക, 1 കൊരിന്ത്യർ 15 സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് എഴുതപ്പെട്ടതാണ്. അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നു യേശു 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അവസാനമായി അകാല പ്രജ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൗലോസിന് യേശു പ്രത്യക്ഷപ്പെട്ടു. പോൾ ഓഫ് താർസുസ് എന്ത് നടന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ ഈ എംപ്റ്റി ടൂംബ്, ഒഴിഞ്ഞ കല്ലറ കൊണ്ട് വിശ്വാസം പൂർത്തിയാകുന്നില്ല. പിന്നെയോ ജീവിക്കുന്നവനായി യേശു പ്രത്യക്ഷപ്പെട്ടു. യേശു അവരോടൊപ്പം താൻ ഭൂതമല്ല, യഥാർത്ഥ മനുഷ്യനാണെന്ന് കാണിക്കാനായിട്ട് വിശപ്പോടുകൂടി ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം കമ്മ്യൂണിയൻ, അവരോട് സൗഹാർദ്ദത യേശു പുലർത്തി. 4ാമത്തെ കർത്താവ് ഉയർത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരിലും യേശുവിനെ കണ്ടുമുട്ടിയ മനുഷ്യരിലും വന്ന വ്യത്യാസമാണ്. ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളുടെ രഹസ്യം അവർക്ക് പിടികിട്ടുകയാണ്. പ്രവാചകന്മാർ എഴുതിയിരുന്നത് ഓരോന്നും അവർ ഓർത്തെടുക്കുകയാണ്. സങ്കീർത്തനങ്ങളിൽ 16-ാം സങ്കീർത്തനം 10-ാം വാക്യം, അവിടെ തന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനാത്മകമായ വാക്യം അതാണ്. പത്രോസിൽ, തോമായിൽ, പൗലോസിൽ, ആയിരക്കണക്കിന് രക്തസാക്ഷികളിലും വിശുദ്ധരിലും യേശുവിൻ്റെ ഉത്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നത്. വളരെ സുപ്രസിദ്ധനായിരുന്ന പ്രൊട്ടസ്റ്റൻ്റ് തിയോളജിയൻ C.S. ലൂയിസ് അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശു മിശിഹായെ പോലെ അവകാശങ്ങൾ മുഴക്കിയിട്ടുള്ള ഒരു മതസ്ഥാപകനുമില്ല. താൻ ദൈവപുത്രനാണ്, താൻ ജീവനും പുനരുത്ഥാനവുമാണ്, താൻ ആളുകൾക്ക് വാതിലാണ്, താൻ ജീവൻ്റെ അപ്പമാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്, താൻ യഥാർത്ഥ മുന്തിരിച്ചെടിയാണ് എന്ന് പറയുന്ന യേശുവിൻ്റെ
അവകാശങ്ങളുടെ ഒരു നീണ്ട പരമ്പരയുണ്ടല്ലോ. C.S. ലൂയിസ് പറഞ്ഞു, ജീസസ് വാസ് എ ലയർ, ലുനാറ്റിക് ഓർ ലോർഡ്. ലയർ എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നത്, ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ. അയാൾ പറഞ്ഞു, അദ്ദേഹം വലിയ വിശ്വാസത്തോടുകൂടി പറഞ്ഞു, ഇതുപോലെ അവകാശങ്ങൾ മുടക്കുന്നവൻ ഒന്നിൽ കള്ളനാണ്, അല്ലെങ്കിൽ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ കർത്താവാണ്. അവൻ കർത്താവാണെങ്കിൽ ഹി കമ്പൽസ് എ ചോയ്സ്. ഇന്ന് പലരും ഉത്ഥാനത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ കാരണം അവരുടെ ജീവിതം ഈ ഉത്ഥാനം ചെയ്ത മിശിഹായ്ക്ക് സമർപ്പിക്കാൻ അവർക്ക് മനസ്സില്ല എന്നുള്ളതുകൊണ്ടാണ്. ബിക്കോസ് ഹി മാറ്റേഴ്സ്, ഹിസ് ടീച്ചിങ് മാറ്റേഴ്സ്. കർത്താവായ യേശുവിൻ്റെ പഠനങ്ങളൊക്കെ അതുപോലെ പ്രധാനപ്പെട്ടതായതുകൊണ്ടല്ല കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു. നേരെ തിരിച്ചാണ്. ഒന്ന്, അവൻ ശരിയായിട്ടുള്ള ദൈവപുത്രനാണ്. യേശുവിൻ്റെ വ്യക്തിത്വമാണ് പ്രധാനം, യേശുവിൻ്റെ പഠനങ്ങളല്ല പ്രധാനം. ബിക്കോസ് ഹി മാറ്റേഴ്സ്, ഹിസ് ടീച്ചിങ് മാറ്റേഴ്സ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അതിനൊരു പേഴ്സണൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. ടേൺ അവേ ഫ്രം സിൻ ആൻഡ് ലീവ് അണ്ടർ ഹിസ് ലോർഡ്ഷിപ്പ്. കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ പരിശുദ്ധമായി ജീവിക്കുന്ന ഉയർപ്പിൻ്റെ ജീവിതം, അതിന് നമ്മൾ തയ്യാറാകും. കർത്താവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർ കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ തയ്യാറാകും. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ശിഷ്യന്മാരുടെ വിശ്വാസം പോലെ തന്നെ ബലഹീനമാണ്. പക്ഷേ കർത്താവ് നമ്മളെ ബലഹീനമായ വിശ്വാസത്തോടുകൂടി തന്നെ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് സ്ലീഹന്മാരോട് ക്ഷമ കാണിച്ചതുപോലെ നമ്മളോടും ക്ഷമ കാണിച്ച് കാലക്രമേണ ബലഹീനമായ നമ്മുടെ വിശ്വാസത്തെ ഒരു ബലമുള്ള വിശ്വാസമാക്കി പകർത്താൻ കർത്താവിന് ക്ഷമയുണ്ട്. കർത്താവ് നമ്മളിൽ വിശ്വസിക്കുന്നു. അവസാനമായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം അധ്യായം 5-ാം അധ്യായം 15-ാം വാക്യം, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. വിശുദ്ധ പൗലോസ് ഗലാത്യർ ലേഖനത്തിൽ പറഞ്ഞു, അവൻ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുകയും ചെയ്തു. ഇനി എൻ്റെ ചുമതല, എൻ്റെ കടമ എന്താണ്? എനിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച അവന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കണം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമ്മൾ വളരെ അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി പ്രത്യേകിച്ച് അന്ധകാരത്തിൻ്റെ നാഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പ്രത്യാശയില്ലാത്ത ധാരാളം മനുഷ്യർ. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും TV കേൾക്കുമ്പോഴും ഒക്കെ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നു. ഇതൊക്കെ നിരാശയുടെ, അന്ധകാരത്തിൻ്റെ, പൈശാചികമായതിൻ്റെ പിടിയിലാണ് നമ്മൾ എന്നുള്ളതിൻ്റെ അടയാളം. അതിനാൽ ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മരണനിഴൽ പരത്തിയ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ എനിക്ക് ഭയമില്ല എന്ന് 23-ാം സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പ്രശ്നം പിടിച്ച കാലത്തിലൂടെയാണ് ജീവിക്കുന്നെങ്കിലും ഈ ഇരുട്ട് നിറഞ്ഞ ടണലിനപ്പുറത്ത് ശക്തിയേറിയ ഒരു പ്രകാശം നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഉത്ഥാനം ചെയ്ത യേശു. വളരെ പ്രത്യാശാനിർഭരമായ ഒരു ഉയർപ്പ് പെരുന്നാൾ എല്ലാവർക്കും ആശംസിക്കുന്നു. തമ്പുരാൻ തൻ്റെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ.